തുർക്കിസ്ഥാന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാ സഹായങ്ങളും നൽകിയ ചൈന. പക്ഷേ ഇന്ത്യയോട് തോറ്റു കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ ചൈനയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നുള്ളത്. അതിന് ചൈന നൽകിയ ഒരു മറുപടി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. എന്തുകൊണ്ടാണ് സർ പാകിസ്ഥാൻ തോറ്റത്? എന്താണ് ചൈനയുടെ ആ ഒരു മറുപടി? ചൈന പറഞ്ഞത് രസകരമായിട്ടുള്ള മറുപടി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ബ്രഹ്മോസിനെ തടയാനുള്ള സംവിധാനമില്ല. മനസ്സിലായില്ലേ? അതായത് ചൈന കൊടുത്തിരുന്ന ഈ പറയുന്ന ഇതിന്റെ പേര് ഞാൻ പറയാം, HQ-9B, HQ-16 അവരുടെ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് എന്ന് പറയുന്ന സൂപ്പർസോണിക് അല്ലെങ്കിൽ മിസൈലിനെ തടയാൻ മാർഗമില്ല, അതിന് ഉള്ള കഴിവില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മള് ഈ അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി ക്ലാബ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, കാമിക്കസി മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞിരുന്നത് അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലിന് തുല്യമായ പ്രതിരോധ സംവിധാനമാണ് HQ-9B അല്ലെങ്കിൽ HQ-16 എന്നൊക്കെ പറയുന്ന പ്രതിരോധ സംവിധാനം. അപ്പൊ ഇതിനകത്ത് വളരെ വലിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പൊ ചൈന നടത്തിയിട്ടുണ്ട്. അത് പലവട്ടം ചർച്ചയായിട്ടുള്ള ചൈന ഇപ്പൊ വ്യക്തത വരുത്തി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബ്രഹ്മോസിന്റെ കാര്യം ഇപ്പൊ ലോകം മൊത്തം ചർച്ചയാണല്ലോ. ബ്രഹ്മോസിന്റെ അടുത്ത വേർഷൻ വരുന്നത് ബ്രഹ്മോസിന് തുല്യമായിട്ടുള്ള മിസൈൽ ആണെന്ന് പറഞ്ഞ് പലരുടെയും കയ്യിലിരിക്കുന്ന മിസൈലുകൾ, പ്രത്യേകിച്ച് ചൈനയുടെ കയ്യിലിരിക്കുന്ന മിസൈലുകളും ഒക്കെ, പിന്നെ ഇവര് വികസിപ്പിച്ചെടുത്ത മിസൈലും ചൈനയുടെ സാങ്കേതിക വിദ്യക്കകത്ത് നിന്ന് മിസൈലുകളും ഒക്കെ പൊളിഞ്ഞു പോയല്ലേ. F-16 അല്ല, ചൈനയുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മിസൈൽ നമ്മൾ ജീവനോടെ പിടിച്ചതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത. അപ്പൊ അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ക്ഷമിക്കണം. അപ്പം ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ടൊന്നും ഇന്ത്യ മഹാരാജ്യത്തെ ഇനി കാണാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ മഹാരാജ്യം എത്രത്തോളം ദീർഘവീക്ഷണത്തോടെയും 4 സൈഡിലും കണ്ണ് ചുറ്റുവട്ടത്തോടെയും ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ശത്രുക്കൾ തയ്യാറാവുന്നതിന് മുമ്പേ ആ ശത്രുക്കളെ വളരെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നു ഇന്ത്യ മഹാരാജ്യം എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് ഇപ്പൊ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ലോകത്തോട് ചൈന പറഞ്ഞ കാര്യം ലോകം വിളിച്ചു പറയുമ്പോൾ മനസ്സിലായി. നേരത്തെ ചർച്ച വന്ന 2022 നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ബ്രഹ്മോസ് ഈ ഇവിടെ പോയി വീണു. ചൈനയല്ല, പാകിസ്ഥാനിൽ പോയി വീണു. ഒരു മതിലിൽ ഇടിച്ചു, അവിടെ കിടന്നു. അപ്പം ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നാട്ടുകാർ കണ്ട് താണ്ട കിടക്കുന്നു ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടാണ് പാകിസ്ഥാനെ ഇത് കാണിച്ചത്. അപ്പൊ അന്ന് പറഞ്ഞു നമ്മള് ഇത് എന്തൊരു തോന്നിവാസമായി, ഇവിടുത്തെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണല്ലോ സൈന്യത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് അറിയാതെ എന്തോ അഭ്യാസം ചെയ്തുകൊണ്ടിരുന്നപ്പോഴോ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതർത്ഥ രീതിയിലാണെന്ന് അറിയത്തില്ല, ഇവിടുന്ന് അറിയാതെ ഫയർ ചെയ്ത് പാകിസ്ഥാനിൽ പോയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെയൊക്കെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. അതിനെ ഒരിക്കലും ആവർത്തിക്കത്തില്ല, ക്ഷമിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ അബദ്ധം പറ്റിയതാണ്. കാഷ്വാലിറ്റി ഒന്നും ഇല്ലല്ലോ. കാഷ്വാലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ജനസാന്ദ്രത ഇല്ലാത്തടത്തോട്ടാണ് നോക്കിയത്. എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാം, അറിയാതെ പോയതല്ല, അറിഞ്ഞുകൊണ്ട് പോയതാ. യുവമാര് വലിയ ചെണ്ടയും അല്ലെങ്കിൽ മേളവും ഒക്കെ ആയിട്ട് ഈ പറയുന്ന പ്രതിരോധ സംവിധാനം ചൈനയ്ക്ക് ഒരു പരസ്യമായി ഇവന്മാര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ഈ HQ-9 അല്ലെങ്കിൽ HQ-16 ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്ത് നമുക്കറിയണമല്ലോ ഇത് വർക്ക് ചെയ്യുന്നതാണോ. അന്ന് നോക്കിയതാ, അറിഞ്ഞില്ല. ബ്രഹ്മോസ് അന്ന് ചെന്നത് ഇവർ അറിഞ്ഞില്ല. അന്ന് ഇത് അതിനുവേണ്ടി വിട്ട് അതുമാർ അറിഞ്ഞില്ല. ഇപ്പൊ ചൈന എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കക്ഷികളല്ല ഈ ഇന്ത്യ മഹാരാജ്യം. അവര് സിന്ധൂരിന്റെ ഓപ്പറേഷൻ ഇപ്പോഴാണ് നടന്നത്. പക്ഷെ 2022 ഇത് പരീക്ഷിച്ച് വെച്ചേക്കും. കാരണം ഇത് ഈ പറയുന്ന പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കാൻ കഴിയുമോ ബ്രഹ്മോസ് എന്നുള്ള കാര്യം നമ്മൾ പരീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഇവനെ ഉന്നിയാ ബ്രഹ്മോസ് പണിഞ്ഞെന്ന് പറയുന്നതിനകത്ത് പോലും ഇപ്പൊ അർത്ഥം ഉണ്ടെന്ന് ആ ഒരു പറച്ചിലിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ ബ്രഹ്മോസ് ഇവനെ ഉന്നി നമ്മൾ പണിഞ്ഞതാ, പാകിസ്ഥാനെ ഉന്നിയാണ് പണിഞ്ഞത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നാളെ കാലത്ത് എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പം ചൈന എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, ബംഗ്ലാദേശ് എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ ഇവരെ നിസ്സാരക്കാരായിട്ട് കണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയില്ല. ഇത്രയും കരുതലോട് കൂടി നമ്മൾ ഇരുന്നിട്ട് പോലും ഇവിടെ പകൽഖാൻ പോലെയുള്ള ഞൊഴിഞ്ഞു കയറ്റി ആക്രമണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് അപ്പം ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നമ്മൾ പല ആയുധങ്ങളെ പറ്റി പറയുമ്പോഴും പല കാര്യങ്ങളെ പറ്റി പറയുമ്പോഴും ഇപ്പം സിന്ദൂർ എന്ന് പറയുന്ന ചർച്ച ഓരോ ദിവസവും സിന്ദൂർ തീരുന്നില്ല.
ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഈ ചർച്ച, ഇപ്പൊ അവര് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാ ചേട്ടാ നമ്മുടെ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കാതെ, നമ്മുടെ മിസൈൽ വർക്ക് ചെയ്യാൻ, എല്ലാം അടിച്ചു കളഞ്ഞതിന് ചോദിച്ചതിന് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവാണല്ലോ കിട്ടിയത്. അപ്പൊ തന്നെ എവിടായി? വീണ്ടും ബ്രഹ്മോസിന് ഡിമാൻഡ് കൂടുമല്ലേ? അപ്പൊ അല്ലെങ്കിൽ ഇതിനോട് തുലനം ചെയ്യുന്ന പല മിസൈലുകളും പലരുടെയും കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അതവിടെ ഇരിക്കട്ടെ ചേട്ടാ. ചൈനക്കാരൻ പറയാം ഞങ്ങളുടെ കയ്യിൽ വലിയ സാധനം ഇരിപ്പുണ്ട്, ബ്രഹ്മോസിനെ മറികടക്കും. അന്നേരം പറഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ ചേട്ടാ. ഇതിപ്പോ പരീക്ഷിച്ച് നോക്കിയപ്പോ ഇത് മെച്ചം, അപ്പൊ നമുക്ക് ഈ പരീക്ഷിച്ച സാധനം മേടിക്കാം. നിങ്ങളുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടോ? അപ്പൊ അമേരിക്കയുടെ കാര്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ, അപ്പൊ അമേരിക്കയുടെ അടുത്ത് പറയും ഞങ്ങളുടെ കയ്യിൽ ഇതിനെക്കാട്ടി വലിയ ഇരിപ്പുണ്ട്. അപ്പോൾ ലോകരാജ്യങ്ങൾ പറയുന്നത് ചേട്ടന്റെ F-16 ആണെങ്കിൽ 2 വട്ടം അവര് നിസ്സാരമായിട്ട് കൊച്ചു പിള്ളേർ വെടിവെച്ചിടുന്ന പോലെ ഇട്ടില്ലേ, അപ്പൊ അമേരിക്കയ്ക്ക് അവിടെ തട്ടുകട. അപ്പം ഈ യുദ്ധത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന ചെലവന്റെ ജാതകം എന്നൊക്കെ പറയത്തില്ലേ, നാടൻ ഭാഷയിൽ പറഞ്ഞു, ഇത്രയും ജാതകം ഉള്ള ഒരു ഭരണാധികാരിയെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് വന്നാലും അനുഗ്രഹമായിട്ടാണ്. യുദ്ധം വന്നാലും അനുഗ്രഹം, കൊറോണ വന്നാലും അനുഗ്രഹം, അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഭരണം വന്നാലും അനുഗ്രഹം. ഈ സാധാരണ ഒരു യുദ്ധം വന്നാൽ ഒരു രാജ്യത്തിന് ക്ഷീണം തട്ടേണ്ട ഒരവസ്ഥയുണ്ട്. ഈ യുദ്ധത്തിന് ശേഷം ഈ രാജ്യത്തിനകത്ത് വെച്ചിരിക്കുന്ന തദ്ദേശീയമായിട്ടും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ കൂട്ടിച്ചേർന്നാലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, ആ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ 100ക്ക് 100, നമ്മൾ ചില സാധനം പറയത്തില്ലേ 100ക്ക് 100 പറയത്തില്ലേ നാടൻ ഭാഷയിൽ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇത് മേടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രഹ്മോസിന് തള്ള, നമ്മുടെ ഡ്രോണുകൾക്ക് തള്ള ആകാശ് മിസൈൽ, സാധാരണ പൈസ കുറവുള്ളവന് ആകാശ് മിസൈൽ വേണം. അപ്പം ഇതേ രീതിയിൽ ലോക രാജ്യങ്ങൾ ആയുധങ്ങൾ, ഇന്ത്യൻ ആയുധങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ ഇന്ത്യൻ ആയുധങ്ങളെ വിശ്വസിക്കുന്നു, അതിന്റെ ആക്യുറസി ഇത്രയും വലിപ്പത്തിലുണ്ടെന്ന് കാണുന്നു. അപ്പൊ ഇത് യുദ്ധം ഒരു അനുഗ്രഹമായിട്ട് മാറി. കാരണം നമ്മുടെ നാട്ടിൽ കയറി നമുക്ക് 10-26 സിവിലിയൻസിനെ നഷ്ടപ്പെട്ടു. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവന്മാരെ 40 കൊല്ലം കൊണ്ട് 10-20,000 പേരെ ഇപ്പൊ നമ്മുടെ കൊന്നു കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും അവസാനം വന്ന ഓരോ വ്യക്തിക്കും നമ്മൾ അതുപോലെ വില കൊടുക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനുശേഷമുള്ള തിരിച്ചടിയിൽ ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചു. അവന്റെ പറയുന്ന ഈ ടെററിസ്റ്റ് നേതാക്കന്മാരെയും വളരെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവരുടെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളും മദ്രസകളും പൂട്ടിക്കാൻ സാധിച്ചു. ഇന്നലെ വന്നൊരു വാർത്തയ്ക്കകത്ത് വരുന്നത് വീണ്ടും അവരവിടെ ടെററിസ്റ്റ് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ പോലും പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കേന്ദ്രത്തിൽ നിന്നും പൂട്ടിയിട്ട് നാട് വിടുന്നു എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, എവിടെ ഇരുന്നാലും അടിക്കും. കാരണം ഇവര് ഏറ്റവും സേഫായിട്ട് 10-200 കിലോമീറ്റർ അകത്ത് സേഫായിട്ടിരുന്ന സംവിധാനങ്ങളിലൊക്കെ അല്ലേ നമ്മൾ കൊണ്ടുവന്ന് ബോംബിട്ട് തീർത്തു. അപ്പൊ എവിടെ ഇരുന്നാലും അടി കിട്ടും, എവിടെ ഇരുന്നാലും ബ്രഹ്മോസ് വരും, അല്ലെങ്കിൽ ആകാശ് മിസൈൽ വരും, അത്തരത്തിലേക്ക് വരും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വന്നത്. നമ്മളുടെ ആയുധങ്ങൾക്ക്, ഞാൻ പറഞ്ഞു യുദ്ധം കൊണ്ട് നമുക്ക് നേട്ടങ്ങളാണ്. ആ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ആയുധ വ്യാപാരം ലോകത്തിന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആയുധങ്ങൾ കൊള്ളാമെന്ന് ലോകത്തിന് വിശ്വസിക്കുന്ന പ്രൂവ് ചെയ്ത് തെളിയിച്ചു കൊടുത്തു. അപ്പൊ അതിനുള്ള ഡിമാൻഡ് വരികയാണ്. എക്കണോമിക്കൽ ഗ്രോത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എല്ലാവരും പേടിപ്പിച്ചോണ്ട് ഇപ്പൊ എല്ലാ രാജ്യത്തിനും പേടിയായി. ഇന്ത്യക്കകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ട് എന്താണ്, നമ്മുടെ ഈ പറയുന്നത് പോലെ ഒരു ഡ്രോണും ഇവിടെ വീഴാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം എന്താണ്, നമ്മൾ വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമ്മുടെ വിൽക്കാനുള്ള സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പൊ ആന്റി ഡ്രോൺ സംവിധാനം ഉണ്ട്, അത് വേണേ തരാം. അല്ലെങ്കിൽ ലേസർ സംവിധാനം ഉണ്ട്, അത് വേണേ തരാം. മറ്റേ ബ്രഹ്മോസ് ഉണ്ട്, അത് വേണേ തരാം. ആകാശ് മിസൈൽ ഉണ്ട്, ഇത് വേണേ തരാം. പക്ഷെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, എത്ര ലെയർ സിസ്റ്റം ഉണ്ടെന്നോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ഇത് അങ്ങനെ വരുമ്പോഴും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയെ പേടിയായി തുടങ്ങി. ഒറ്റയ്ക്കാ യുദ്ധം ചെയ്തേ, അല്ല വേറെ ആരുടെ സഹായത്തോടു കൂടിയല്ല. ആരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോഴും, ആരൊക്കെ ഇടപെടാമെന്ന് പറഞ്ഞപ്പോഴും ഒന്നും നമ്മൾ പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്യും, ഞങ്ങൾ തീർക്കും. പിന്നെ ഞങ്ങൾ എന്തിനാ യുദ്ധം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു. നമ്മൾ ആദ്യമേ യുദ്ധം ചെയ്തതും അങ്ങനെയാണ്. ആദ്യമേ നമ്മൾ ഭീകരന്മാരെ കൊന്നു. ഞങ്ങളെ തിരിച്ചടിക്കരുത്, ഞങ്ങളെ ടാർഗറ്റ് കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോന്നു. അവന്മാരെ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ തിരിച്ചടിച്ചാൽ നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞു. നമ്മളെ അടിച്ചു. അങ്ങനെ അടിച്ചപ്പോൾ മൊത്തം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തണം. നിർത്തിയാക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. നിർത്തി. ഇനിയും ചൊറിഞ്ഞാൽ ഇനിയും ചൊറിയും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഈ പറയുന്നത് പോലെ ലോകത്ത് ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം, അല്ലെങ്കിൽ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഈ സിന്ദൂരിന് മുമ്പേ, അതായത് 2022 ബ്രഹ്മോസ് തൊടുത്തിരുന്നു ഈ പാകിസ്ഥാനെതിരെ എന്നാണ് ചൈനയുടെ വെളിപ്പെടുത്തൽ.
അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതേ രീതിയിലേക്ക് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ യുദ്ധത്തിന് ശേഷം എല്ലാ രീതിയിലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി, നമ്മുടെ ആയുധത്തിന് ക്യൂ നിൽക്കുന്ന അവസ്ഥയായി, നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയായി, അതിന്റെ കൂടെ നമ്മുടെ ശത്രു ചൈനയെ തകർത്തു, തുർക്കിയെ തകർത്തു, പാകിസ്ഥാനെ തകർത്തു, ഈവൻ അമേരിക്ക പോലും ഈ യുദ്ധത്തിൽ ഒരു പരിധിവരെ നാണം കെട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് 2022 പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് തൊടുത്തിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്തായാലും ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാൻ നമുക്കാവില്ല എന്ന് ചൈന തന്നെ പാകിസ്ഥാനോട് തുറന്നു സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ ചൈനയെ ട്രോളിക്കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അത്തരമൊരു റിപ്പോർട്ട് നൽകാൻ തയ്യാറാകുന്നു. ഇതിനെല്ലാം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ ഇന്ത്യ ഏത് രീതിയിൽ പ്രതിരോധ സംവിധാനങ്ങളെ വളർത്തി എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.